അവണേ താഴെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹനും അഞ്ജുവും പറഞ്ഞത് അതോ കൂട്ടുകാരൻ്റെ കഥയാണോ അതോ ആവണിയുടെയും മോഹൻ്റെയും കഥയാണോ? പറ മോളെ. അച്ഛാ അത് ഇതാണോ നീ അമ്മയോട് പറയാൻ മടിച്ചത്? ആവണി, നിന്റെ ഉദ്ദേശം എന്താടി? നിനക്ക് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? മനുഷ്യന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. എടി നീ ഒന്ന് അകത്തേക്ക് പോയേ. അതെന്താ, എനിക്കൊന്നും പറയാൻ പറ്റില്ലേ? നീ തൽക്കാലം ഒന്നും പറയണ്ട, അതാ നല്ലത്. അവസാനം മോള് വന്ന് വീട്ടിൽ നിൽക്കുമ്പോ നിങ്ങക്ക് സമാധാനമാവോ? ആവോ? എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാലേ എനിക്കറിയാം അവളെ നോക്കാൻ. ആഹാ, എന്ത് നല്ല പ്രോത്സാഹനം. നിങ്ങൾ ഇവിടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഇവിടെ താളത്തിനൊത്ത് തുള്ളുവാണോ? ഞാൻ അവളോട് സംസാരിക്കാം. നീ തൽക്കാലം അകത്ത് പോയി കിടക്ക്. എന്താന്ന് വെച്ചാ അയക്കോ. അച്ഛാ ഒന്നും പറയണ്ട, എന്ത് പറഞ്ഞല്ലോ അവൾ അകത്തിരുന്ന് കേൾക്കും. മോഹനില്ലേ? ആരാ? എൻ്റെ പേര് നാരായണൻ, മോഹൻ്റെ ഒരു സുഹൃത്താ. ഞാൻ ശിവദാസൻ, ആവണിയുടെ അച്ഛനാ. ആഹാ, കണ്ടിട്ടില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ വക്കീല. മോഹന്റെ കേസ് നോക്കണത്? ഏത് കേസ്? മോഹന് എത്ര കേസുണ്ട്? ഒരു കേസല്ലേ ഉള്ളൂ. മോഹനെല്ലാം പറഞ്ഞോ? ഞാനൊരു അച്ഛനല്ലേ വക്കീലേ, വീട്ടിലെടുക്കുന്ന എല്ലാ കാര്യവും ഞാൻ അറിയണ്ടേ. ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛാ, ഇത് സുധ ചേച്ചി, വക്കീലിന്റെ ഭാര്യ. ആ, ഞാൻ വക്കീലിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. 3-4 തവണ വിളിച്ചാറുണ്ടല്ലോ, എന്താ കാര്യം? വാ പറയാം. അച്ഛാ, ഇതെന്റെ ഫ്രണ്ടാ. ആ, ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു നേരത്തെ. എന്നാ വാ വക്കീലെ, പുറത്തിരിക്കും. നിന്റെ അമ്മ എവിടെ ആവണി? അകത്തുണ്ട്, കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ അച്ഛാ? സുധാന്നല്ലേ പേര്? അതെ അച്ഛാ. കുറച്ചു മുന്നേ ഞാനും ആവണി കൂടി കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാ എന്താ മോളെ ഇവിടെ നടക്കണേ? പറ മോളെ, ഇവിടെ എന്താ നടക്കണേ? നീ നാട് മൊത്തം ഇവന്റെ കൂടെ നരങ്ങി നടന്നിട്ട് വയറ്റിലുണ്ടായിക്കൊണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ. അല്ല, ശ്രാവണല്ലേ അവനുടെ ഹസ്ബൻഡ്? ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഡോക്ടർ. വക്കീൽ നോട്ടീസ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതെന്താ എന്നോട് പറയാതിരുന്നേ? അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടെ കാരണക്കാരിയാ. പിന്നെ വെറുതെ എന്തിനാ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. അതാ ഞാനൊന്നും പറയാതിരുന്നത്. ഇതേക്കുറിച്ച് അമ്മയ്ക്ക് വല്ല സൂചനയും? ഇല്ല അച്ഛാ, എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ അവിടെ എവിടെയും തൊടാതെ അമ്മയോട് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അച്ഛന് മനസ്സിലായി. എനിക്കത് മനസ്സിലാവും. അവരത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നിന്നെയാ. ഒരുവിധം ഭയപ്പെട്ടതും നീയാ. വയ്യാതിരിക്കുന്ന നിങ്ങളും കൂടി ഇതറിഞ്ഞിട്ട് എന്തിനാ അച്ഛാ? എന്തിനാ വെറുതെ? ഈ പറഞ്ഞ കൂട്ടത്തിൽ സുഹൃത്തുണ്ടായിരുന്നല്ലോ, അതാരാ? സുധ ചേച്ചി. അവരെനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ അച്ഛാ? ഒന്ന് വരാൻ പറ.